എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം വിഷമം തന്നെയായിരുന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. അതിൽ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു. അവൾ പിന്നത്തെ വർഷം അതൊരു 62 ദിവസമായപ്പോൾ അവൾ ഗർഭിണിയായി. അത് ഒരു 62 ദിവസമായപ്പോൾ അത് ബ്രാഡിക്കാർഡി ഏതാണ്ട് ഹാർട്ടിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് ആ കുഞ്ഞ് അബോർഷനായിപ്പോയി. അത് ഞങ്ങളങ്ങനെ വിഷമിക്കുമ്പം ഞാൻ പറഞ്ഞു, മോളെ സാരമില്ല, നമുക്ക് ഈശോ നമുക്ക് തരും. അപ്പോൾ എനിക്ക് കൃപാസനത്തെ പറ്റി യാതൊരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ 2ാമത് മോള് ഗർഭിണിയായി. മോളെ ഞങ്ങൾ വളരെ, അതായത് അവൾ എറണാകുളത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പാലായിൽ നിന്ന് വീട് പൂട്ടിയിട്ട് വെച്ചാണ് ഞങ്ങളവിടെ പോകുന്നത്, അവളുടെ കൂടെ നിൽക്കുന്നത്. 2ാമത്തെ കുട്ടി ഉണ്ടായ അന്ന് മുതൽ അവൾക്ക് ഛർദ്ദില്ല. ലേബർ റൂമിൽ കയറുന്ന സമയവും ഛർദ്ദിച്ചാണ് ഇരിക്കുന്നത്. അവിടെ ചെന്ന് ഓഗസ്റ്റ് 15-ന് ഒരു മോനുണ്ടായി. ഓഗസ്റ്റ് മോനുണ്ടായെങ്കിൽ ഞങ്ങളെ അവർ കാണിച്ചില്ല. അവർ പറഞ്ഞു കൊച്ചിച്ചിരി ശ്വസനത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അത് കാരണം ഇപ്പം കാണിക്കത്തില്ല, ഞങ്ങൾ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 1-ാം തീയതി ആയപ്പം അവർ ഇടയ്ക്ക് ഞങ്ങളെ വിളിച്ചും പറയും കുഴപ്പമില്ല, ഇന്ന് ബെറ്ററാണ്. ഈ കൊച്ചിനെ സ്കാനിങ് അത് ഇതെല്ലാം ചെയ്തു. കൊച്ചിനെ ശ്വസിക്കാൻ പറ്റുന്നില്ല. വെൻറ്റിലേറ്ററിൽ നിന്ന് എടുക്കുമ്പം അവസാനം കൊച്ചു വെൻറ്റിലേറ്ററിലോട്ടാണ് അവരാക്കുന്നത്. ഈ 15 ദിവസവും ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ ഇതിന് മുമ്പിൽ നോക്കിയിരുന്നെങ്കിലും 1-ാം തീയതി ആയപ്പം അവർ പറഞ്ഞു കൊച്ചിനെ കിട്ടത്തില്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക, വെൻറ്റിലേറ്റർ മാറ്റണമെങ്കിൽ മാറ്റിയാൽ കൊച്ചിനെ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൊച്ചിനെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്ന. അപ്പോൾ ഞാൻ വികാരിയച്ഛനെ വിളിച്ച് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, മോനെ മതി, കൊച്ചിനെ കിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങനെ വിഷമിപ്പിക്കുന്നിട്ട്. അങ്ങനെ പറഞ്ഞു. വെൻറ്റിലേറ്റർ എന്ന് മാറ്റി, കുഞ്ഞ് മരിച്ചുപോയി. ഞങ്ങൾ പാലായി കൊണ്ടുവന്ന് അടക്കി. അത് കഴിഞ്ഞ് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രണ്ടാമത് മോള് ഗർഭിണിയായി. 2ാമത് ഗർഭിണിയായപ്പോൾ കൊച്ചിന് ആദ്യത്തതിൻ്റെ വിഷമവും പേടിയും ഒക്കെ ഉണ്ട്. അന്നേരവും ഞങ്ങൾ പാലായിലുള്ള വീട് പൂട്ടിയിട്ട് മോളുടെ കൂട്ടത്തിലാണ് വർക്ക് ചെയ്യുന്നിടത്താണ്. അപ്പോൾ അവിടെ ചെന്ന് 2ാമത്തെ കുഞ്ഞുണ്ടായി. 2ാമത്തെ കുഞ്ഞിനും ഇതുമാതിരി തന്നെ അവൻ അങ്ങനെ സെപ്റ്റംബർ പിന്നത്തെ വർഷം സെപ്റ്റംബറിൽ കുഞ്ഞുണ്ടായി. അവൻ 10 മിനിറ്റ് പോലും ജീവിച്ചിരുന്നില്ല. ഇപ്പോൾ ആദ്യത്തേത് എറണാകുളത്തൊരു ഡോക്ടറായിരുന്നു, മറ്റേത് കോട്ടയത്തൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി നോക്കണം, എന്താ കുഴപ്പം. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റിങ് എല്ലാ കാര്യത്തിനും വേണ്ടി വിട്ടു കഴിഞ്ഞപ്പം അതിൻ്റെ റിസൾട്ട് ഒരു 3-4 മാസം കഴിഞ്ഞാണ് വരുന്നത്. റിസൾട്ട് വരുന്നവരെ എൻ്റെ മോക്ക് ശരിക്കും പറഞ്ഞാൽ ബൈബിളൊക്കെ കാണുമ്പോൾ അമ്മ പ്രാർത്ഥിക്കാത്ത കുഴപ്പമുള്ളൂ, എന്നിട്ട് എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഈശോ എടുത്തതെന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക മോള്. ഭയങ്കര ദേഷ്യവും. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ച് എന്ത് കെലുകലാന്ന് പറഞ്ഞ് ഓടി നടന്ന് കളിച്ച് നല്ല സന്തോഷിച്ച് പ്രാർത്ഥനയിലും പള്ളിപ്പോക്കിലും ഒക്കെ മുന്നിൽ നിന്നിരുന്ന എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആയിപ്പോയല്ലോ മാതാവേ. അപ്പോൾ എനിക്ക് കൃപാസനത്തെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്നേരത്തേക്കും മാതാവ് എൻ്റെ നാത്തൂൻ്റെ ചേച്ചി പറഞ്ഞു, മോളെ നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഒരു കുഞ്ഞിനെ നിനക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന വഴിക്ക് അച്ഛൻ അതൊക്കെ നിൽപ്പുണ്ട്. അപ്പം അച്ഛനോട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ മോളെന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ വന്നിട്ടില്ല, അവൾ വന്നിട്ടില്ല, അവൾക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് തന്നെ ഇഷ്ടപ്പെട്ടില്ല, അവൾ വന്നില്ല അച്ഛാ, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അന്നേരം തന്നെ ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥനയെല്ലാം ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് മോള് ഗർഭിണിയായി. 2ാമത് കണ്ട് ഡോക്ടറിനെ തന്നെ കാണുക. അപ്പം വേറൊരു ആശുപത്രി പോകാൻ പറ്റില്ല, എനിക്ക് കഥകൾ മുഴുവൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് കണ്ട് ഡോക്ടറിനെ തന്നെ കണ്ടു. ഡോക്ടർ അന്നേരം പറഞ്ഞു, നമുക്ക് ഇതിപ്പം അതിൻ്റെ റിസൾട്ടും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് കൊച്ചിനെ അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ആൺകുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുതരം അസുഖമാണ്,
ട്യൂബുലാർ മയോപ്പതി അങ്ങനെ ഏതാണ്ടാണ് പറഞ്ഞത്. അതായത് മസിൽസൊക്കെ അങ്ങ് വീക്കായി പോവും. കുഞ്ഞ് ഉണ്ടായാലും കൂടി വന്ന ഒരു 14-15 വയസ്സ് വരെ കുഞ്ഞുണ്ടായി കാണത്തുള്ളൂ. അപ്പം രണ്ടാമത്തെ കൊച്ചും അതുപോലെ തന്നെ സെപ്റ്റംബറിൽ വന്നിട്ട് രണ്ടാമത്തെ കുഞ്ഞും മരിച്ചുപോയി. അവനും ആൺകൊച്ചായിരുന്നു. അപ്പം ഞാൻ ഡോക്ടർ എന്നെ വിളിച്ചപ്പോൾ ഡോക്ടറെ ഞാൻ എന്ത് പറയും എൻ്റെ മോളോട്, ഞാൻ എങ്ങനെ പറയും ഞാനിത്. ഒരു വിധത്തിൽ അവസാനം ഞങ്ങൾ മോളോട് പറഞ്ഞു, മോക്കൂ എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഏതായാലും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് വന്നു കഴിഞ്ഞപ്പം ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കൊച്ചിൻ്റെയും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വന്നിട്ട് റിസൾട്ട് വന്നപ്പം ഈ 2 ആൺകുഞ്ഞുങ്ങൾക്കും ഈ അസുഖം തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടർ അത് കഴിഞ്ഞപ്പോൾ മോള് വീണ്ടും പ്രഗ്നൻ്റായപ്പം ഞങ്ങൾ ഡോക്ടറിനെ കണ്ടു. ആദ്യമേ തന്നെ ഓടിച്ചെന്ന് കണ്ടു. പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചേച്ചി പ്രാർത്ഥിക്ക്, പെങ്കൊച്ചുണ്ടാകാൻ പ്രാർത്ഥിക്ക്. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ച ദൈവമേ കുഞ്ഞുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു, പെങ്കുഞ്ഞുണ്ടാകൊണ്ടാകും. എന്നാലും വേണ്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു, ഇതുവരെ നമുക്ക് സെക്സ് ഒന്നും പുറത്ത് പറയാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ മോളുടെ കാര്യത്തിൽ ഞങ്ങൾക്കത് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ അതുപോലെ അവൾ തകർന്ന മാതിരത്തെ ഒരു മനസ്ഥിതിയിലായിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർമാരും പ്രാർത്ഥനയായിരുന്നു. അവർ സ്കാനിങ്ങിന് കയറ്റി, ആദ്യത്തെ സ്കാനിങ്ങിന് കയറ്റി കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് സമാധാനമായി എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, പെട്ടെന്ന് എനിക്കങ്ങ് സ്ട്രൈക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെ ഡീറ്റെയിൽഡായിട്ട് വിളിച്ചു പറഞ്ഞ്, പേടിക്കണ്ട, കൊച്ച് നല്ല ധൈര്യമായിട്ടിരുന്നു, ഇനി മോൾക്ക് പ്രശ്നമൊന്നും വരികയില്ല, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം ഇത് എന്നിങ്ങനെ പറഞ്ഞു. അത് വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ഇപ്പം അവൾക്ക് 4ാമത്തെ കൊച്ചായിട്ട് ഒരു മോളുണ്ട്. ഇപ്പം അവൾക്ക് 2 വയസ്സായി. അവളുടെ പേര് ഇസബൽ റിറ്റ ജോസഫ് എന്നാണ്. മിടുക്കിയാണ്, വളരെ നല്ല കാര്യപ്രത്യേകമായിട്ടുള്ള വണ്ടിയിലുണ്ട് ആൾ. രണ്ടാമത്തെ കാര്യം ഞാൻ വെച്ചത് എൻ്റെ 2ാമത്തെ മോള് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷത്തോളമായി. അവൾക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. മാതാവേ, എനിക്ക് 2 പെൺപിള്ളേരെ തന്ന് 2 പെൺപിള്ളേർക്കും ഇങ്ങനെ വരുന്നല്ലോ മാതാവേ, എന്നും എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ. അപ്പോൾ മോനെന്തോ ചെറിയ തകരാറുണ്ട്. അപ്പം ഞങ്ങൾ അതിനുള്ള മരുന്നെല്ലാം കഴിച്ചു. അതിന് വേണ്ടിയിട്ട് ഹോമിയോ എല്ലാം കഴിക്കുമായിരുന്നു. അപ്പോൾ അതാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് മാതാവിനോടുള്ള പ്രാർത്ഥന പിള്ളേർക്ക് ഞാൻ തൈലമൊക്കെ കൊടുത്തു. അവർ ഇവിടെയല്ല, കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ അതെല്ലാം പ്രാർത്ഥന കൃത്യമായിട്ട് ചെയ്തു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ മോളിപ്പം പ്രഗ്നൻ്റാണ്. 3ാമതെന്ന് പറയുന്നത് എൻ്റെ ആങ്ങളയുടെ കാര്യമാണ്. ആങ്ങളയ്ക്ക് വീട് പണി നടക്കുമായിരുന്നു. അത് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. ഒരു ബൈക്ക് കയറാനുള്ളൊരു വഴി ഉണ്ടായിരുന്നുള്ളൂ. 2 വശത്തെ ആൾക്കാർ നമുക്ക് വഴി തരില്ലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ ഞാൻ ആ വഴി വെച്ചു. എന്ന് വെച്ചാൽ മമ്മി പ്രായമായി വരുവാണ്, മമ്മിക്ക് നല്ല വണ്ണം തടി ഉണ്ട്. അപ്പം ഒരു ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ കസേരയിലിരുത്തി എടുത്തുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലത്ത്. കാര്യം ഞങ്ങൾക്ക് കാർ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും കാർ പുറത്താണ് ഇടുന്നത്, റോഡിന് പുറത്ത്. അവിടം വരെ മമ്മി നടക്കണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നടക്കണം. അത്രയും വയ്യാത്ത ആളാണ്, മുട്ടിന് വയ്യാത്ത ആളാണ്. അപ്പോൾ അത് പറഞ്ഞപ്പം അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒരു സൈഡിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഞാൻ തരില്ല, അതിനെ പിന്നെ ചിന്തിക്കുക വേണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാൻ അന്നേരം 2ാമത്തെ ഉടമ്പടിയിലാണ് ഞാനത് വെച്ചത്. പുതുക്കുകയപ്പോഴാണ് ഞാൻ വെച്ചത്. അത് മമ്മിക്ക് വേണ്ടിയിട്ട് എനിക്കിത് വഴി കൊടുക്കണേ. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ലാത്ത മാതിരി വശത്തുള്ള ചേട്ടൻ നമ്മളോട് ചോദിക്കുക, ബൈജുവിന് വഴി വേണ്ടേ ബൈജു, വണ്ടി എത്ര നാളായി ഇതിലെ കൂടെ ഓടിക്കാൻ പറ്റുന്നില്ല, മമ്മീനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. പുള്ളി തന്നെ ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവന് അതിന് ഒരു തുക പറഞ്ഞപ്പം നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത തുകയാണ്. അപ്പോൾ പറഞ്ഞു, ശരി ഏട്ടാ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം നമ്മൾ മമ്മിയും ചോദിച്ചു, മോനെ എവിടെ നിന്ന് പൈസ ഉണ്ടാവും? എനിക്കും അറിയില്ലമ്മ എന്നും പറഞ്ഞിട്ട് അവൻ വരിക. അപ്പം ഞങ്ങളുടെ തൊട്ട് പുറകിലുള്ള വേറൊരു ഇവൻ്റെ തന്നെ ഫ്രണ്ടുണ്ട്, അയൽവക്കം. അവൻ പറഞ്ഞു, ചേട്ടാ ഞാനും കൂടെ ചേരാം, നമുക്ക് 2 പേർക്കും ഷെയർ ഇടാം എന്ന് പറഞ്ഞ് ഇപ്പം നല്ല രീതിയിൽ നല്ലൊരു ടിപ്പറൊക്കെ കയറാവുന്ന രീതിയിൽ നല്ല രീതിയിൽ വഴി ഇപ്പുറത്തെ ചേട്ടൻ
കൊടുത്തു. ആ വഴി അങ്ങനെ കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. അത് മാതാവിനോട് ഉടമ്പടി വെച്ചതിൻ്റെ വെച്ചുകൊണ്ട് മാത്രം മാതാവ് തന്നതാണ്. അതുപോലെ തന്നെ അത് വഴി കിട്ടിയതിന് ശേഷം വീട് മുഴുവനും പോയി കിടക്കുമായിരുന്നു. നമ്മുടെ വീട് വെക്കാനായിട്ടുള്ള ഏർപ്പാടൊക്കെ ആയി. അതൊക്കെ എടുത്തു വീട് വെക്കുക, സാധനങ്ങളൊക്കെ കൊണ്ടിറക്കാനും ഒക്കെ സൗകര്യമായി. ഇപ്പം വീട് പണി ഏതാണ്ട് 3/4 ഭാഗമായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കയ്യിലെ കാശൊക്കെ തീർന്നു. ഇവന് ആകെ പെരളിയായി. അപ്പോൾ പതുക്കെ വെള്ളം അടിക്കാൻ തുടങ്ങി. വെള്ളം അടിക്കുമ്പോൾ കുടുംബത്ത് സമാധാനക്കേട് അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം മമ്മിയാണെങ്കിൽ പ്രാർത്ഥനയുടെ ആളാണ്. മമ്മി പിന്നെ 3 മണി മുതലിരുന്ന് കരുണക്കൊന്ത അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രാർത്ഥനകളും ചൊല്ലി. പിന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് അത് തുടങ്ങി 6 മണി വരെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥന, മമ്മിയുടെ പ്രാർത്ഥനയും എല്ലാമായിട്ട് ഇരുന്നിരിക്കുക. അന്നേരം വീട് പണിയുടെ കാര്യത്തിന് അപ്പം ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞു, മാതാവ് എങ്ങനെയെങ്കിലും അവൻ്റെ വീട് പണി തീർത്ത് അവൻ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് ഒന്ന് വെഞ്ചരിച്ച് കയറ്റാൻ നീ അനുവദിക്കണേ മാതാവ്. ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ പാലായിൽ നിന്ന് ഇവിടം വരെ വന്ന് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ വരുന്നുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ ആയ പിന്നെ ഞാൻ ഓൺലൈനിൽ മാത്രമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇത് തുറക്കുന്നതിൻ്റെ മുമ്പത്തെ മാർച്ചിലാണെന്ന് തോന്നുന്നു, മാർച്ചിൽ വന്നു. ഇത് ഇവിടുന്ന് ഉടമ്പടി തൈലമൊക്കെ മേടിച്ചുകൊണ്ടും പോയി. അപ്പോൾ അങ്ങനെ അവൻ്റെ വീട് പണി കഴിഞ്ഞു. വീട് പണി നല്ല രീതിയിൽ മമ്മി തന്നെ പറയുമായിരുന്നു, എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് അറിയത്തില്ല, പടപടപടാന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്ന് പെട്ടെന്ന് എല്ലാം ആ വീട് പണിയൊക്കെ നടത്തി കഴിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച 25-ാം തീയതി വെഞ്ചരിപ്പായിരുന്നു. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു വെഞ്ചരിപ്പ് നല്ലൊരു വീടും വെച്ച് മാതാവ് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതെല്ലാം എൻ്റെ മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ്. ഇനി വെച്ചതിൽ 4-5 കാര്യങ്ങൾ എനിക്ക് മാതാവ് നേടിത്തന്നിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.